ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ വെറുതെ ഒന്ന് വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതാണ്. റൂമിലിരുന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ വെറുതെ റൂമിലിരുന്ന് ബോറടി തന്നെയായിരുന്നു. അപ്പോൾ ഒന്ന് വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത്. പക്ഷേ ഒന്ന് വന്ന് തുറക്കാണ്ട് നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ എന്താ പറയുക, രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചിത്ര ഭാഗത്തോട്ടാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ സൺസെറ്റിൻ്റെ നല്ല രണ്ട് വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ പോയി സൺസെറ്റിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഓൾറെഡി ഞാൻ ചിത്ര ബ്രിഡ്ജ് കവർ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി സൺസെറ്റ് നല്ലൊരു വ്യൂവിൽ എനിക്ക് കാണാൻ പറ്റി. പക്ഷേ ഹൈവേയിലെ കാരണം എനിക്ക് നിർത്തി ഫോട്ടോ എടുക്കാനോ കാര്യത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴൊന്നും സൺസെറ്റ് കഴിഞ്ഞിരുന്നു. സൺസെറ്റ് കഴിഞ്ഞു. ജസ്റ്റ് എന്താ പറയുക, അവിടെ ഇരുന്ന് വെള്ളത്തിനോട് ചേർന്നിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കിളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്നാണ് ഇത്, പെട്ടെന്ന് ഇവിടെ നിന്ന് വന്നതെന്ന് ഞാൻ കണ്ടില്ല. കുറച്ച് കിളികൾ അവിടെ വെള്ളത്തിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കിളികൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് വന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോ കാണുന്ന പോലെ കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇത്തരം കിളികളെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇവാനുവിൻ്റെ അപ്പുവിൻ്റെയോ വീഡിയോസൊന്നും അധികം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവാനുവിന് പരീക്ഷ സ്റ്റാർട്ടായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമലി ഞാൻ അവരുടെ ഇവാനുവിൻ്റെ ഡാൻസും അപ്പുവിൻ്റെ കുസൃതികളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഇട്ടിരുന്നത്. അതിന് ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് ഇടാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ പിടിച്ചത്. ബഹ്റിനിലെ കുറച്ച് സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇടാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് ഉണ്ടാവണം. ഇതിപ്പോൾ നമുക്ക് കാണുന്നത് ചിത്ര ബ്രിഡ്ജാണ്. ഇത് വരുന്നത് ചിത്ര ബ്രിഡ്ജ് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് അവിടെ അടുത്ത് തന്നെയാണത്. അവിടെ നമുക്ക് കല്ലിലിരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളത്തിനോട് ചേർന്ന് നിർത്തുന്ന കുറച്ച് വീഡിയോസ് എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയാണ് ഞാനിങ്ങനെ വന്നത്. പക്ഷെ ശരിക്കും ഈ വീഡിയോയിൽ നമുക്കൊരു കിളിയോ ഒരു കാര്യമോ ഒന്നും കാണാനില്ല. നേരത്തെ അവർ കൊടുത്ത ഭക്ഷണത്തിൻ്റെ കുറച്ച് സാധനങ്ങളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. അത് കഴിക്കാനാണ് അവർ മെയിനായിട്ട് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പറക്കുന്നത്. അവർ ശരിക്കും നല്ല ഇതിൽ പറക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ കാറ്റ് കാരണം അവർക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 2-3 മീറ്റർ അത്രയും ഡിസ്റ്റൻസിലാണ് ഈ നമുക്ക് കാണുന്നത്. ഞാൻ ആ കിളികൾ പറക്കുന്ന സ്ഥലത്തോട്ട് കുറച്ചുകൂടി അടുത്തോട്ടിരിക്കാൻ പറഞ്ഞിട്ട് നടന്നതാണ്. അത് നോക്കിയപ്പോൾ കണ്ടോ, കുറച്ച് കിളികൾ കരയിലുണ്ട്, കുറച്ച് കിളികൾ പറക്കുന്നുണ്ട്, കുറച്ച് കിളികൾ വെള്ളത്തിലുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെക്കുറിച്ച്. ഇത് കരയിലും വായുവിലും വെള്ളത്തിലും ജീവിക്കുന്ന പക്ഷി. ഇപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അതെല്ലാം കൂടി ആ ഭക്ഷണം കിടക്കുന്ന സ്ഥലത്തോട്ട് പോയി അപ്പുറത്താണ് പറക്കുന്നത്. ഞാൻ ഓൺ വോയിസിൽ കുറച്ച് സൗണ്ട് അവിടെ നിന്ന് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സൗണ്ടും ഇത്ര ക്ലിയർ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഒരുപാട് കരയോടെ എന്താ അടുത്താണെന്ന് നോക്കിയേ. അതേപോലെ റംസാൻ ടൈം ആയതുകൊണ്ട് പക്ഷികൾക്ക് നോക്കിയേ അടിപൊളിയാണ്. ഹൈറ്റിലല്ല അത് പറക്കുന്നത്. റംസാൻ ടൈം ആയതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്ര അടുത്ത് നിൽക്കുന്നത്. കണ്ടോ, ഞാൻ സൂം ചെയ്തപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നതാണ്. ഇത് സൂപ്പർ അടിപൊളിയായിരുന്നു. ഞാൻ ഇത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നല്ലോ ആ പറക്കുന്നതിൻ്റെ കല്ലിനടുത്ത്.
വെള്ളത്തിനോട് ചേർന്നൊന്ന് എടുത്ത് നോക്കട്ടെ. ആ, എങ്ങനെയുണ്ട്? വെള്ളത്തിന് തൊട്ടും മുകളിലേക്കാണ് പറന്നു പോകുന്നത്. ഇവിടുന്നുള്ള വ്യൂ നോക്കിയേ, സൂപ്പർ വ്യൂ ആണ്. ഇത് സിത്ര ബ്രിഡ്ജാണ്. ഇപ്പോൾ നോക്കിയേ, എല്ലാം വെള്ളത്തിൽ നീന്തുകയാണ്. ഒറ്റടിക്കാർ കൂടെ ഇതല്ലാണ്ട് പോകുന്നത്. അവർക്കുള്ള ഭക്ഷണം ആർക്കുകൾ കൊണ്ടുവന്നു കൊടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചേർന്ന് നിൽക്കുന്നത്. ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതാണ്. അടിപൊളി വ്യൂ അല്ലേ? കടലിൽ വെള്ളത്തിനോട് ചേർത്ത് പിടിക്കുകയാണ്. മൊബൈല് വെള്ളത്തിൽ പോകുമെന്ന് അറിയില്ല. ഞാൻ വെള്ളത്തിൽ വെക്കുകയാണ് ഫോണ്. അറിയില്ല എന്താണ് റിസ്ക് ഉണ്ടെന്ന്. നല്ലൊരു ഓളം വന്നാലേ വെള്ളത്തിൽ പണി കിട്ടും. അവരെല്ലാവരും ഇരുന്നത് കൊണ്ട് ഞാൻ ദേ എടുത്ത് കാണിക്കാം. ആണോ, അവർ മൊത്തം ഇപ്പം ഇരിക്കുകയാണ്. കുറച്ച് കിളികൾ മാത്രമാണ് ഇപ്പോൾ പറക്കുന്നത്. വെള്ളത്തിലിരിക്കുന്നതാണോ, സൂം ചെയ്ത് കാണിക്കാതെ. വേണ്ടോ, ഇത് മൊത്തം ഇത് കടൽ കാക്കയാണോ എന്താണെന്ന് അറിയില്ല. വൈറ്റ് കളറാണ്, കടൽ കൊക്ക് അല്ലേ? ഇനി എത്തിയത് കൊണ്ട് നമുക്കധികം കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടുന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസിന് സപ്പോർട്ട് ചെയ്യില്ലേ? ഒരിക്കൽ കൂടി ഞാനൊന്നുകൂടി നോക്കണം.